മയക്കം പിടിച്ചതേ ഉള്ളു മോനെ. കിടക്ക്. ശബ്ദം കേട്ടില്ലേ? കേട്ടില്ലേ? ശബ്ദം കേട്ടോ? നീ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? ഇല്ല. അല്ല, ഒരു ചെലങ്കയുടെ ശബ്ദം ഞാൻ കേട്ടു. കേട്ടില്ലേ? ലജ്ജോ അതോ? കനകം, കനകം, ഒന്ന് എണീറ്റേ. ഗൗരി, ഒന്ന് എഴുന്നേക്ക്. ഒന്ന് എണീറ്റേ. ഒരു ശബ്ദം കേട്ടില്ലേ? എന്തോ ശബ്ദം. കേൾക്കുന്നില്ലേ? അമ്മ, ചെലങ്ക സത്തം. എന്നമ്മ അത്? പ്രേതമായിരിക്കും. കൊച്ചേ, അമ്മ ഒന്ന് പോയി നോക്കമ്മ. അയ്യ, ഞാനോ? അങ്ങോട്ട് എണീറ്റ് വന്നാട്ടോ, നമുക്ക് പോയി നോക്കാം. അമ്മ അമ്മ ഇറങ്ങ്. എന്നോട് ഇറങ്ങി വന്ന. ഇത് എന്തോ ശബ്ദം കേട്ടത്? പ്രേതമായിരിക്കും. ആലോചിച്ചേ. എന്തുവാ? എന്താ? അല്ല, ഒരു ചെലങ്കയുടെ ശബ്ദം കേട്ടില്ലേ? 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 ഞങ്ങളും കേട്ടു. അതെ, ഇന്ന് വെള്ളിയാഴ്ചയല്ലയോ, വരുത്തുപോക്കായിരിക്കും. അല്ല, സിദ്ധു ഒരു കാര്യം ചെയ്യും. സിദ്ധു പോയി നോക്ക്. അമ്മമ്മ, ശബ്ദം വന്നത് അവിടെ നിന്നാ. അമ്മമ്മ പോയി നോക്ക്. നിങ്ങൾ വാ, മോൻ വാ. ഞാൻ കൂടെ ഉണ്ടല്ലോ. വാ വാ വാ. നോക്ക്. പയ്യെ നടന്നു കേട്ടാ. ഒരു നിഴല് കാണുന്നില്ലയോ? ഞാനാ. നിങ്ങക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? അതെ, എല്ലാരും ഉറങ്ങിയപ്പോഴേ ആരെ ശല്യം ചെയ്യണ്ടെന്ന് പറഞ്ഞോണ്ട് സമാധാനമായിട്ട് ഞാൻ കാർപോർച്ചിൽ പോയി എന്നിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഈ ചെലം കിട്ടുണ്ടോ? ചെലങ്കയിട്ട്. പക്ഷെ ഞാൻ വെളിയിലായിരുന്നു. പക്ഷെ വെളിയിൽ നിന്നപ്പോൾ ഭയങ്കര ഇരുട്ട്. അപ്പൊ എനിക്ക് പേടി. അങ്ങനെ ഞാൻ ഓടി അകത്ത് കയറിയപ്പോഴാണ് നിങ്ങളെല്ലാവരും കണ്ടപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. നിങ്ങളും പേടിച്ച്, ഞാനും പേടിച്ച്. ഞാൻ ഇവിടെ സമാധാനമായിട്ട് പ്രാക്ടീസ് ചെയ്തോട്ടെ. അതൊന്ന് ഊരി വെച്ചിട്ട്. അല്ല, ഇതുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി കോൺഫിഡൻസാ. അല്ല, നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ. ഇതിട്ടോണ്ടെങ്കിൽ സമാധാനം കിട്ടാനല്ലേ? ശരി, ഗുഡ് നൈറ്റ്. ഞാനെന്നാ തുടങ്ങിക്കോട്ടെ. ഈ ചെലങ്കയുടെ ശബ്ദം കേട്ടിട്ട് വേറെ വല്ല പ്രേതം കയറി വന്നാലോ? പ്ലേ ചെയ് ഗോപേട്ടാ. ഇപ്പൊ ചേമോളസേ. കറങ്ങി കറങ്ങി. അടിപൊളി, സൂപ്പർ.
കുറച്ച് കൂടെ കറങ്ങി കറങ്ങി അവര് തന്നെ തുടങ്ങിയ കറങ്ങി ആ ഇവിടെ വന്നിരിക്കുന്നല്ലേ? എന്റെ അമ്മായി പിന്നെ എവിടെ പോയിരിക്കാനാ? അവര് പ്രാക്ടീസ് രാവിലെ തന്നെ തുടങ്ങി. ഇതിനെയാണ് ഈ പറയുന്നത്, അധികമായി കഴിഞ്ഞാൽ അമൃതവും വിഷവന്നു. ഞാനാണെങ്കിൽ ശല്യം സഹിക്കാൻ വയ്യാതെ കേശുവിന്റെ റൂമിനകത്തായിരുന്നു. അല്ല സിദ്ധുവേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ? ഇവര് ഡയറ്റ് എന്നല്ലേ പറയണ, എന്നിട്ട് രാവിലെ 2 നേരം കഴിച്ചല്ല? 2 തവണ കഴിച്ചാ? ആ ഇതേ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന ഡയറ്റ് ആണെന്ന് തോന്നുന്നു. മയേ, ശരിക്കും ഇതിനെ ആരെങ്കിലും അരങ്ങേറാൻ സമ്മതിക്കൂ? അതാണ് എനിക്ക് മനസ്സിലാവാത്ത. ഹോം സ്റ്റേ ഓർഡറിങ് വാ. പാവം കേട്ടാ, രാവൊന്നും പകലൊന്നും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യാണ്. ഇതിപ്പോ രാത്രി കിടന്ന് ഉറങ്ങാനും പറ്റത്തില്ല, പകലകത്തിരിക്കാനും പറ്റാത്ത അവസ്ഥയെ. ഇന്ന് അരങ്ങേറ്റം കഴിഞ്ഞാൽ പിന്നെ പരിപാടി തീരുമല്ലോ. ലച്ചൂസ് അരങ്ങേറ്റത്തിന് പോണില്ലേ? എന്തിന്? രാവും പകലും ഇരുന്ന് അവരുടെ ഡാൻസ് മൊത്തം ഞാൻ കണ്ട് പഠിച്ച് കാണാപ്പാടമായി. ഇനി അമ്പലത്തിലും കൂടെ പോയി കാണണോ? എന്നാലും പോവാതിരിക്കണ മോശമാണ്, അവരിത്രയും വിളിച്ചല്ലേ. എന്നാ പിന്നെ അമ്മായി പോയി കണ്ടിട്ട് വാ. നീയല്ലേ ഓണറ്. ലച്ചൂസേ, ഇന്നത്തെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടേ അവര് നാളെ തിരിച്ചു പോവായിരിക്കും അല്ലേ? ആ, നാളെയാണ് ചെക്ക് ഔട്ട് ടൈം ഇട്ടേക്കണത്. അപ്പൊ അത്രയും നേരം നമ്മൾ ഇവരെ അങ്ങനെ സഹിക്കണം, പ്രാക്ടീസ് ഒക്കെ ആയിട്ടല്ലേ? അരങ്ങേറ്റം കഴിഞ്ഞാൽ പിന്നെ നാളെ എന്തായാലും പ്രാക്ടീസ് ഒന്നും ഉണ്ടാവില്ല, ഫുൾ റെസ്റ്റ് ആയിരിക്കും. ലച്ചേച്ചി, ഗൗരമ്മായി നിങ്ങളെ അടുക്കളയിലോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്തിന്? ഇന്നലെ മേടിച്ച മീൻ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ ഇരിക്കുക. അളിയൻ എന്തായാലും മീൻ എന്തെങ്കിലും വേണ്ടേ? നീ എന്താ എപ്പോഴും അളിയന്റെ കാര്യം എടുത്തിരുന്നേ? നിനക്കിതൊക്കെ വേണ്ടേ? ആ, അത് പറഞ്ഞാൽ മതി. ഫ്രിഡ്ജിൽ നിന്നും മീൻ പുറത്തേക്ക് പോലും എടുക്കാൻ പറ്റുന്നില്ല. അവര് പറയുന്നത് എന്താണെന്നറിയോ? നമ്മളെങ്ങാനും മീൻകറിയൊക്കെ വെച്ച് അവരുടെ വ്രതം മുറിഞ്ഞാല് അവർ അമ്പലത്തിൽ ഡാൻസ് കളിക്കുമ്പോ സ്റ്റെപ്പ് തെറ്റൂന്ന്. ഓ, നമ്മുടെ നാട്ടിരത്നം ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ. നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നു, അതാ ഞാൻ അകത്ത് നോക്കിയിട്ട് ആരും കാണാഞ്ഞ്. ഇവിടെ നിന്ന് അകത്തൊക്കെ കാണില്ലല്ലോ. കറക്റ്റ്. ഇന്നലെ സിദ്ധു മോൻ പറഞ്ഞില്ലേ എന്റെ ഏതൊക്കെയോ ഭാവങ്ങൾ ക്ലിയർ ആവാനുണ്ടെന്ന്. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇന്ന് പ്രാക്ടീസ് ചെയ്ത് എല്ലാ ഭാവങ്ങളും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഒന്ന് നോക്കുവോ? നിങ്ങൾക്ക് ഏതൊക്കെ ഭാവങ്ങളാണ് കാണാൻ ആഗ്രഹം എന്ന് വെച്ചാൽ അത് പറ. പറയാല്ലേ? രൗദ്രം, ബീഭത്സം, കരുണം, ഹാസ്യം, ശാന്തം, ശൃംഗാരം. എങ്ങനെയുണ്ട് ഇനി സ്റ്റെപ്പ്? സ്റ്റെപ്പ് തുടങ്ങാവേ. എന്താ മുമ്മേ? ഇപ്പൊ വരാവേ. ഒരു മിനിറ്റ്, അമ്മ വിളിക്കുന്നു. വിളിച്ചായിരുന്നോ? എന്തായിരുന്നു? അതെ, അരങ്ങേറ്റല്ലേ? അരങ്ങേറ്റത്തിന് സെറ്റ് മുണ്ട് കൊടുക്കണോ സാരി ആ മക്കള് അവിടെ ഞാൻ കളിക്കാം. എന്ത് സ്റ്റെപ്പ്? സ്റ്റെപ്പാ? ഇത് കൊള്ളാലോ. എനിക്ക് അങ്ങനെ പറ്റത്തേ ഇല്ല കേട്ടോ. ഈ താണ്ഡവത്തിന് ഇങ്ങനെ പൊക്കാറുണ്ട്, പക്ഷെ എന്റെ കാല് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോ. എന്താ നിന്നെ? യു കറക്റ്റ്. ഇങ്ങനെ കൈയോട് ഇങ്ങനെ വെച്ച അതൊരു പോഷനാ. ഇങ്ങനെ വെച്ച ഞാൻ പഠിപ്പിച്ച എനിക്കറിയാം. അല്ല ഞാൻ കുഞ്ഞ് കണ്ടോ? ഇങ്ങനെ വെക്ക്. എന്നെ കളിപ്പിക്കണ്ട, കളിച്ചോ. ഞാൻ കളിക്കട്ടെ. പുതിയൊരു സ്റ്റെപ്പ് ഞാൻ കണ്ടുപിടിച്ചു, കാണോ? നന്നായിട്ടുണ്ട് മാഡം, സൂപ്പർ മാഡം. എന്നെ കൊണ്ട് ഞാനങ്ങ് തോറ്റ്. സിദ്ധുവിന്റെ വിധി പാവം. அம்மா இங்க காலிஃப்ளவர் கூட வைக்கலாமா? நீ எந்த வச்சா செய்ய. ആന്റി എന്തായി? எல்லாமே ரெடி வச்சு. சோறு, சாம்பார், ரசம், வெண்டைக்காய் மெழுக்கு விரட்டி,
தயிர் அச்சாறு சம்மந்தி கொண்டாட்டம் எல்லாமே ரெடி. இனி இந்த காலிஃப்ளவர் கூட வறுக்கணும். அவ்வளவுதான். ഇത്രയും കറി പോരാനിട്ടാണോ ഇനി കോളിഫ്ലവറും കൂടെ വറക്കാൻ പോകുന്നത്? എന്റെ ലച്ചു, എനിക്ക് ചിലതൊന്നും തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ലേ. അമ്മൂമ്മേ, നമ്മൾ ആതിഥേയരാണ്, അത് മറക്കരുത്. ഓ, ആതിഥേയര് വലിയ സംഭവമാണല്ലോ. നമുക്ക് നൈസായിട്ട് മുട്ട പൊരിച്ചാലോ? എനിക്ക് മക്കളുടെ വിഷമമൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് നടപടിയാവൂല പാറു. നാളെയും കൂടെ ഒന്ന് ക്ഷമിക്ക്. ഇവിടെ നോൺ വെജ് ഇല്ലാതെ ചോറിറങ്ങാത്തവരാണ് സിദ്ധു. ആ സിദ്ധു വരെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കറക്റ്റ് ടൈം. ഉനക്ക് 100 ആയുസ്പ്പാ. 100 ആയുസെന്നാ? അതിന് സിദ്ധോളൻ എങ്ങോട്ടും പോയില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? ലച്ചൂസേ, അപ്പൊ ഇന്നത്തെ കാര്യം എങ്ങനാ? ചോറിന്റെ കൂടെ ഒരു മുട്ട പൊരിച്ചെങ്കിലും കിട്ടുമോ? ആഗ്രഹമുണ്ട്, പക്ഷെ നടപടിയാവൂല. മോനെ, മീൻ ഇരിപ്പുണ്ട്. വെട്ടാനോ കൂട്ടാൻ വെക്കാനോ ഒന്നും പറ്റുന്നില്ലല്ലോ. എന്നാ പിന്നെ എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? ഇനിയിപ്പോ ഓർഡർ ചെയ്യണമെന്ന് നിൽക്കണ്ട, അവർ നാളെ തിരിച്ചു പോകുമല്ലോ.